താനൂരിൽ സർവനാശം വിതച്ച് വീശിയടിച്ച് അതിശക്തമായ കാറ്റ്. വ്യാപക നാശനഷ്ടം. 10ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. മരം വീണ് വീട് തകർന്ന് യുവതിക്കും കുഞ്ഞിനും പരിക്കേറ്റു. മരങ്ങൾ വീണ് കടകളും നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ റഷീദ് മോരെയും സംഘവും പ്രദേശം സന്ദർശിച്ചു. നഷ്ടം കണക്കാക്കി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും ചെയർമാൻ റഷീദ് മോരെ പറഞ്ഞു. താനൂർ മുനിസിപ്പൽ പരിധിയിൽ പുലർച്ചെ വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായത്. 10ലധികം വീടുകളാണ് മരങ്ങൾ വീണ് ഭാഗികമായി തകർന്നത്. വീട് തകർന്ന് താനൂർ കാട്ടിലങ്ങാടിയിൽ യുവതിക്കും കുഞ്ഞിനും പരിക്കേറ്റു. താനൂർ കാട്ടിലങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിസരം, പരപ്പനങ്ങാടി റോഡ്, ബ്ലോക്ക് പരിസരം, രായിരമംഗലം JLP സ്കൂൾ പരിസരം, ഊട്ടി കോളനി, നടക്കാവ് എന്നീ പ്രദേശങ്ങളിലാണ് വ്യാപക നാശം വിതച്ചത്. കാട്ടിലങ്ങാടി തൊട്ടിയിൽ പ്രേമന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ താമസിക്കുന്ന മാടപ്പറമ്പിൽ സൈതലവിയുടെ ഭാര്യ സമീറയ്ക്കും 5 വയസ്സുകാരി നിഹയ്ക്കുമാണ് പരിക്കേറ്റത്. ഓടിറ്റ വീടിന്റെ മുകളിലേക്ക് മരം കടവഴുകി വീഴുകയായിരുന്നു. ഇരുവർക്കും തലക്കാണ് പരിക്കേറ്റത്. 3:30 ശബ്ദത്തോടുകൂടി മമ്മൻ കാറ്റാണ് ഉണ്ടായത്. കറങ്ങി അടിക്കുന്ന കാറ്റാണ് ഉണ്ടായത്. പറ്റില്ല. ഭീംരാജ് എന്നയാളുടെ ഉടമസ്ഥയിലുള്ള കാർ വർക്ക്ഷോപ്പും തകർന്നു. കാറ്റിൽ ഷെഡ് തകർന്ന് നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലാണ് പതിച്ചത്. 3ഓളം കാറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് ഉടമ പറഞ്ഞു. മമ്മിക്കാനകത്ത് കുഞ്ഞുട്ടി, നെല്ലിക്കപ്പറമ്പിൽ സുഹറ, കോയ, സെക്കീന, കോയാലിന്റെ പുരക്കൽ യൂസഫ്, തണ്ടാവളപ്പിൽ ശാന്ത, കുന്നുമ്മൽ ആദിൽ, നീടോടത്ത് ഷാജി, മച്ചിങ്ങൽ അബ്ദുൾ റഷീദ്, കടമ്പിൽ അബൂബക്കർ, അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവരുടെ വീടുകളാണ് ഭാഗികമായി തകർന്നത്. നഗരസഭാ ചെയർമാൻ റഷീദ് മോരയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വില്ലേജ് അധികൃതരും പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. ഇന്ന് പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും ശക്തമായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമാണ് താനൂർ മുനിസിപ്പാലിറ്റിയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് താനൂരിൻ്റെ നഗരപ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീടിന് മുകളിൽ വീണിട്ടും അതുപോലെ വാഹനങ്ങൾ മുകളിൽ വീണിട്ടുമൊക്കെ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡ് ഗതാഗതം പുലർച്ചെ തടസ്സപ്പെട്ടിരുന്നു. അത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെയും അതുപോലെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും കൗൺസിലർമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ അത് പരമാവധി വെട്ടിമാറ്റി പെട്ടെന്ന് അതിന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, മറ്റ് ബന്ധപ്പെട്ട ആളുകളെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവർ പെട്ടെന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് ഇതിൻ്റെ നഷ്ടം കണക്കാക്കി ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യ വിഭാഗം തൊഴിലാളികൾ, അതുപോലെ സന്നദ്ധ പ്രവർത്തകർ, വൈറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ, TDRFൻ്റെ പ്രവർത്തകർ, അവരുടെ എല്ലാവരുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി നടന്നു വരുന്നുണ്ട്. ഏതായാലും വലിയ നാശനഷ്ടമാണ് താനൂർ മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ഈ കാറ്റിലും മഴയിലും ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയിക്കാനുള്ളത്. വീടുകൾക്ക് മുകളിൽ വീണ മരങ്ങൾ വേഗത്തിൽ തന്നെ മുറിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത്. നഷ്ടം കണക്കാക്കി ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ റഷീദ് മോരെ പറഞ്ഞു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ മരവും മുറിഞ്ഞു വീണു. തിരൂർ തഹസിൽദാർ ആഷിഖ്, വില്ലേജ് ഓഫീസർ രവീന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ CKM ബഷീർ, രാധിക ശശികുമാർ, കൗൺസിലർമാരായ കുമാരി, AK സുബൈർ എന്നിവരും സ്ഥലങ്ങൾ സന്ദർശിച്ചു.